ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. കഴിഞ്ഞ ക്ലാസ്സിൽ ദ ക്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന വളരെ രസകരമായൊരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ 8 ക്വസ്റ്റ്യൻസ് പാഠം എടുക്കുന്നതിനോട് കൂടെ തന്നെ പറഞ്ഞു. ഇനി ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന ആ ഭാഗം നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, How did the wise man try to find the details of the corn? How did the wise man, ആ രാജ്യസഭയിലുണ്ടായിരുന്ന ബുദ്ധിയുള്ള ഒരു രാജ്യസഭയിലും അങ്ങനെ പണ്ഡിതന്മാരുണ്ടാകും, അവർ എങ്ങനെയാണ് ട്രൈ ടു ഫൈൻഡ് കണ്ടെത്താൻ ശ്രമിച്ചത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കോൺ, ആ ധാന്യത്തിൻ്റെ വിശദീകരണം ഡീറ്റെയിൽസ് എങ്ങനെയാണ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത്? അവരെ എങ്ങനെയാണ് കണ്ടെത്താൻ ശ്രമിച്ചത്? അവർ കുറേ ഇരുന്ന് ചിന്തിച്ചു നോക്കി, ആ ധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷെ അവർക്ക് ചിന്തിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അവരവരുടെ പുസ്തകങ്ങളിൽ നന്നായി പരതി നോക്കി, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ അവർക്ക് അതിൽ നിന്നും ഒരു ഇൻഫർമേഷനും ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എഴുതി വച്ചിട്ടില്ല, ഒന്നുമില്ല. ഇനി വേണമെങ്കിൽ അവരൊരു നിർദ്ദേശം വെച്ചു. ലാസ്റ്റ് ദ സജസ്റ്റഡ് ദാറ്റ് പീസൻസ് മൈറ്റ് ഹാവ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്രെയിൻ. ഇൻഫോർമേഷൻ അവർക്ക് എന്തുണ്ടാകും? ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ, കർഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ടാകും എന്നുള്ളൊരു സജഷൻ ഇവർ നിർദ്ദേശിച്ചു കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഒന്ന് വിശദീകരിച്ച് ചെയ്താൽ. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹെൽത്തിയർ ദാൻ ഹിസ് സൺ ആൻഡ് ഗ്രാൻഡ് സൺ? എന്തുകൊണ്ടാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സണ്ണിനേക്കാളും അദ്ദേഹത്തിൻ്റെ കുട്ടിയേക്കാളും അല്ലെങ്കിൽ പേരക്കുട്ടിയേക്കാളും നല്ല ഹെൽത്തി ആവാനുള്ള കാരണം എന്തായിരുന്നു ആ കാരണം? അതിലെ കാരണം, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ സ്വന്തം അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ നല്ല വെജിറ്റബിളും നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. നല്ല കൃഷി ചെയ്ത ഫ്രൂട്ട്സും ഇന്നത്തെ കാലത്ത് ലഭിക്കുന്നത് പോലെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് അല്ല, നല്ല ഓർഗാനിക് നാച്ചുറൽ മെത്തേഡിൽ കൃഷി ചെയ്തെടുത്ത ഫ്രൂട്ട്സ് തന്നെ അന്ന് ലഭിക്കുമായിരുന്നു. നല്ല ഫ്രഷായിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഫാമുകൾ ഗ്രാൻഡ് ഫാദറിനുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ കഴിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ കഴിച്ച് അധ്വാനിച്ച് വളർന്നത് കൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിന് ഇത്രയും ഈ പ്രായമുള്ള കാലത്ത് നല്ല ആരോഗ്യത്തോടെ നിൽക്കാനുള്ള കാരണം. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ കിങ് ബിക്കെയിം അവെയർ ഓഫ് ദ മെറിറ്റ്സ് ഓഫ് ലേബർ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? ഹൗ ഡിഡ് ദ കിങ് ബിക്കെയിം, എങ്ങനെയാണ് രാജാവ് ആയിത്തീർന്നത്, ബോധവാനായിത്തീർന്നത്, ഓഫ് ദ മെറിറ്റ് ഓഫ് ലേബർ, അധ്വാനത്തിൻ്റെ നേട്ടത്തെക്കുറിച്ചുള്ള ബോധം എങ്ങനെയാണ് രാജാവിന് ഉണ്ടായത്? അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ. അതായത് എങ്ങനെയാണ് രാജാവിനത് കിട്ടിയത്? ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും മോട്ടോയൊക്കെ അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചപ്പം രാജാവ് അധ്വാനത്തിൻ്റെ നേട്ടങ്ങൾ, മെറിറ്റ്സുകൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കാലത്ത് നമ്മുടെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെ കാലത്ത് എല്ലാവരും സ്വന്തമായി അധ്വാനിക്കുമായിരുന്നു. അധ്വാനമാണ് അവരുടെ വെൽത്ത് അന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ വിധി അനുയോജ്യമായിട്ട് ജീവിക്കുന്നു, അതിലവർ സാറ്റിസ്ഫൈഡാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്നു. അവർക്ക് വേറെ ഡിസയറുകളോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാനോ അങ്ങനെ വേറെ ചിന്തകളും കാര്യങ്ങളൊന്നുമില്ല. അന്നന്നത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ളത് അവർ കണ്ടെത്തുന്നു. അങ്ങനെയാണ്. അപ്പോൾ അതെന്താണ്, ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ
നല്ലൊരു കാലഘട്ടമായിരുന്നു, നല്ല ആരോഗ്യമുള്ള. അപ്പോൾ ഈ രാജാവിന് കിട്ടിയത് ഇയാളുടെ എക്സ്പ്ലനേഷനിൽ നിന്നാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഇനി അതിലെ 4th ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ഓൾഡൻ ഡേയ്സ്? മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പഴയ കാലത്ത് അന്നത്തെ ആളുകളുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു മുൻകാലങ്ങളിൽ? നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളായിരുന്നു. അന്നത്തെ കാലത്ത് ക്യാഷ് ഉപയോഗത്തിലില്ല, അതിനെക്കുറിച്ച് അവർക്ക് അറിവില്ല. പണം സമ്പാദിച്ചു വെക്കുക എന്നുള്ള രീതി അന്നില്ല. ആ ഭൂമിയൊക്കെ ദൈവത്തിൻ്റെ, ഈ ഭൂമിയിലുള്ള എല്ലാ സംഗതികളും അത് ആരാണ് അവിടെ കൃഷി ചെയ്യുന്നത് അവരുടേതായി മാറും. ഒരു സ്ഥലത്ത് അവർ കൃഷി ചെയ്ത അവരുടേതായി മാറും. അധ്വാനിക്കുക മാത്രമാണ് ഓരോ കൃഷിയിടവും സ്വന്തമാക്കാനുള്ള ഉപാധി. ഒരു കൃഷിയിടം ആർക്കും കിട്ടണമെങ്കിൽ അവിടെ പോയി അധ്വാനിച്ച് അയാളുടേതായി തീരും. അന്നത്തെ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ആണ് ജീവിക്കുന്നത്. അവർ നല്ല ഹെൽത്തി ആയിരുന്നു. അവർക്ക് അവരുടേതായ ഭക്ഷിക്കാനുള്ള കൃഷികളും എല്ലാം അവർ തന്നെയാണ് തയ്യാറാക്കിയിരുന്നത്. ഈ രൂപത്തിൽ ഇതും വിശദീകരിച്ച് എഴുതുക. അപ്പോൾ ഇത്രയും 3 ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ വിശദീകരിച്ച് എഴുതിയിട്ട് എനിക്കത് വിട്ടുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.